പിള്ളേരെ പോ. ഈ മുറ്റത്തൊന്നുള്ള കളിയും ബഹളവും ഒക്കെ ഇത്രയൊക്കെ മതി. പോ പിള്ളേരെ. എടാ വീട്ടിൽ പോവാൻ. നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പോ പിള്ളേരെ. കുഞ്ഞുങ്ങളോടാണോ നിന്റെ ശൗര്യം? എല്ലാരും പോയെ പോയെ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് കാര്യം? എടി നിനക്ക് എന്ത് കാര്യം? ഞാൻ പിന്നെ എന്താ വേണോ പിടിച്ചു നോക്കണോ? ആ വേണോടി വേണം. 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊച്ചങ്ങ് കോളേജിൽ പോവും. അതുവരെ നിന്റെ ശബ്ദം അവിടെ കേട്ടുപോരുത്. കേട്ടാല് അടിച്ച് നിന്റെ ചെവുക്കുറ്റി ഞാൻ പൊട്ടിക്കും. എനിക്ക് ചെവുക്കുറ്റി പൊട്ടിക്കാൻ എല്ലാവർക്കും തിരക്ക്. കൊണ്ടോരം. സർപ്പദോഷം അതും ഇതെന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഒത്തു വന്നപ്പോ അത് എങ്ങനെങ്കിലും ഒന്ന് കൂട്ടി പിടിപ്പിച്ച് തരാൻ ഈ ഓടപ്പുറത്തിനെ കൊണ്ട് ഒന്ന് കടന്ന് ഒച്ച വെക്കാതെ എന്റെ നാരായണി. ഇതിപ്പോ 4 പേരറിഞ്ഞ ആർക്കാ ക്ഷീണം? നിന്റെ മോക്കല്ലേ? അത് ഓർക്ക്. ആണ്ടോ കണ്ടോ? അപ്പൊ എന്റെ മോക്കാണല്ലോ ക്ഷീണം. അവളെ ഓടപ്പുറന്നോന്റെ ആരുമല്ലല്ലോ. ആരുമല്ലെന്ന് ആര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞു. ദേ മേലും കഴിയില്ലാത്ത വർത്താനം പറയല്ലോ കൊച്ചേ. എന്റെ ഉള്ളിലത്തെ ആദ്യം ഉടപ്പുറന്നവന് മനസ്സിലാവത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് വേറെ ആരാ ഉള്ളത്? ഉടപ്പുറന്നവനൊന്നും ഉത്സാഹിക്കാതെ അവളെ എങ്ങനെ ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കുന്നത്? അയ്യോ എന്റെ ഉത്സാഹക്കുറവൊന്നും അല്ല. ഇപ്പൊ വന്ന ആ കൊച്ചനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. ആ എങ്കിൽ ഞാൻ ഉടനെ അത് നടത്തിത്തരാം. അലമുറയിട്ട് സ്വയം നാറ്റിക്കായിരുന്നാ മതി. ഒന്ന് അടങ്ങു കൊച്ചേ. എങ്ങോട്ടാടാ ഒരുങ്ങി ചമഞ്ഞ്? വെറുതെ ഒന്ന് പുറത്തേക്ക്. ഇപ്പൊ പുറത്തോട്ടോ അകത്തോട്ടൊന്നും പോണ്ട. പോയടത്തോളൊക്കെ മതി. ഇനി പുറത്തോട്ടെങ്ങനെ ഇറങ്ങിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ബാക്കിയുള്ളവരുടെ നാണോമാനം കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങനെ ലാളിക്കരുതെന്ന്. ഇപ്പം പോടാകത്ത്. പുറത്തോട്ടിറങ്ങുന്നു. എന്ത് പറയുന്നു പപ്പു സാറ്? ഒന്നുമില്ല. സ്മാൾ അടിക്കൂ? വലിക്കൂ? ഇല്ല. ആമ്പിള്ളേരെ ഒരല്പം ചുറ്റിക്കളിയൊക്കെ ആകാം, അതിവർക്കറിയത്തില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു മറയും മയോ ഒക്കെ വേണമെന്ന് മാത്രം. അല്ല നിന്നെ പോലെ ഒരു മാരിയും. എന്തായി? എന്ത് എന്തായിന്ന് സത്യത്തിലുണ്ടായത്? അപ്പൊ അതുകൊണ്ട് ഇനി അത്ര ഊരുന്നുണ്ടല്ലെന്നും വേണ്ട കേട്ടല്ലോ. ആ എന്താ പോരെ? വാങ്ങിയോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. നിങ്ങൾ നല്ല ആളാ. അവനെ നല്ല ചീത്ത പറയേണ്ടതിന് പകരം ചീത്ത പറയുന്നത് എന്തിനാണെന്നോ? പിന്നെ ഈ കാണിച്ചത് വലിയ മിടുക്കാണെന്നാണോ നിങ്ങൾ പറയുന്നേ? എടി ഭാരതി ടീച്ചറെ, നിനക്ക് പിള്ളേരുടെ മനസ്സിനെ പറ്റി ചുക്കും അറിഞ്ഞൂടാ? ഓ പിന്നെ അറിയാവുന്ന ഒരാള്. എനിക്കറിയാം. ഞാൻ ഈ പ്രായം കടന്നു തന്നെയാ വന്നത്. ഈ പ്രായത്തിൽ പലതും സംഭവിക്കും. അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങളോ? നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്. ഈ കൗമാരം എന്ന് പറയുന്നത് കണ്ണില്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിൽ അവരുടെ കൂട്ടുകാരൊക്കെയാണ്, അവരെന്നൊക്കെ ചെയ്യുന്നു, എന്നൊക്കെ അറിയുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ വീട്ടിലുള്ള മുതിർന്നവരാ. അല്ല എന്നെങ്കിലും തെറ്റുകുറ്റം കണ്ട ഉടനെ കയറി ശാസിക്കും ശിക്ഷിക്കുക അല്ല വേണ്ടത്. പിന്നെ ഭാരതി ടീച്ചർ ഒരു സ്ത്രീയാണ്. അതിടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ലീവ് 1 മാസേ ഉള്ളൂ. ഉള്ള സമയം കളയണ്ട. വന്നു വല്ലതും കഴിക്കും. അമ്മ മോളെ വഴക്ക് പറഞ്ഞത് സങ്കടം കൊണ്ട.
അന്നേരത്തെ ദേഷ്യത്തിന് മനസ്സിൽ തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം വരുന്നെന്ന് കണ്ടാ പിന്നെ ഞാൻ എങ്ങനെ സമാധാനിക്കും? അല്ല, നീ തന്നെ ഒന്ന് പറ. എനിക്കാരാ ഉള്ളത് എന്റെ മോളല്ലാതെ? നിന്നെ നല്ല നിലയ്ക്ക് ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാതെ ഈ അമ്മയ്ക്ക് സമാധാനമില്ല. എന്റെ പൊന്നുമോൾ എന്താ അത് ആലോചിക്കാത്തെ? എന്റെ പൊന്നുമോൾ എഴുന്നേറ്റ് വന്ന് വല്ലത് കഴിക്കും. പപ്പു, ഞാൻ പോവില്ല. പോണം. ഇല്ല ചേച്ചി, ഞാൻ അഡ്മിഷനൊക്കെ ശരിയായി. അറിഞ്ഞു. പോയാലും ഞാനിനി ഓണത്തിൻ്റെ അവധിക്കേ വരൂ. അന്ന് നിങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങ് പോവില്ലേ? എങ്ങ്? ഭർത്താവിൻ്റെ വീട്ടിൽ. പോണേന് മുമ്പ് എനിക്ക് രതി ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പപ്പു? സന്ധ്യയ്ക്ക് വരൂ, നമ്മുടെ കാവിൻ്റെ അവിടെ. ഇല്ല. വരണം. വേണ്ട പപ്പു. ഞാനവിടെ ഉണ്ടാവും രാത്രി മുഴുവൻ. രതി ചേച്ചി വരണം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം.